ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ്, വളരെ ആവേശത്തിലാണല്ലോ. നല്ലപോലെ വേദനിച്ചു കേട്ടോ. ആ അടി ഒരു ട്രേഡ് മാർക്കാണ്. ഞാന് നാട്ടിൽ ശ്രീനാരായണ കോളേജിൽ പഠിക്കണ കാലം മുതല് എന്റെ ഈ അടിയും ഈ കുത്തും എന്റെ അമ്മോ സ്ഥിരമാണ്. ഈ കുത്ത്, നെറ്റിയിലൊരു കുത്ത്, ഈ അടിയും കുത്തി പറ്റി പരിക്കേറ്റ ആരെങ്കിലും കിടന്നിട്ടുണ്ടോ? നല്ല കനപ്പെട്ട അടിയാണ് കേട്ടോ. പക്ഷേ എങ്കിലും ആ അടി സ്നേഹത്തിന്റെ അടിയാണ്. എനിക്ക് കൗതുകമുള്ളൊരു കാഴ്ചയുണ്ട്. ഒരു പക്ഷേ ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് ശേഷം അതിന്റെ പതിപ്പുകൾ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിലും ഉണ്ടായെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കാൻ സാധിച്ചത് ടി എൻ പ്രതാപനാണ്. ഇപ്പോ ആ ക്യാമറ ഒന്ന് തിരിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. സ്നേഹ സന്ദേശ യാത്ര ടി എൻ പ്രതാപൻ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒന്നും വന്നിട്ടില്ല. അപ്പോ ഇനി ടി എൻ പ്രതാപൻ അല്ല സ്ഥാനാർത്ഥി എങ്കിൽ കൂടി അല്ലേ? തീർച്ചയായിട്ടും അല്ലെ, അങ്ങനെ ഒരു പ്രത്യേകത ഇനി ടി എൻ പ്രതാപൻ അല്ല വരുന്ന മറ്റൊരാളാണെങ്കിൽ പോലും ഈ സ്നേഹ സന്ദേശ യാത്ര ആ ഐഡിയ എവിടെ കിട്ടിയത്? ഞാന് ഈ നമ്മുടെ നാട്ടിൽ ഭയങ്കരമായ വെറുപ്പ് വർദ്ധിക്കുകയാണ്. ഭയങ്കരമായ വെറുപ്പ് വർദ്ധിക്കുകയാണ്. ആളുകളുടെ ഇടയിൽ കൺഫ്യൂഷൻ വർദ്ധിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും തൃശ്ശൂർ വന്നപ്പോ തൃശ്ശൂരിലെ ഈ ചരിത്ര പ്രസിദ്ധമായ പാലയൂർ സെന്റ് തോമസ് പള്ളിയും തൃശ്ശൂർ പുത്തൻപള്ളിയൊക്കെ സംബന്ധിച്ച് പിന്നെ ഈ ഹിന്ദു തീവ്രവാദികളായ ചില ആളുകൾ ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചു. ഹൈക്കോടതിയിൽ വരെ കേസ് കൊടുത്തിരിക്കുകയാണ്. അത് ഭയങ്കരമായ ബയാസ്ഡായി തൃശ്ശൂരിലെ ജനങ്ങൾ. ഇത് നമ്മളൊക്കെ എനിക്ക് എൻ്റെതായ മതമുണ്ട്, എൻ്റെതായ ദൈവവിശ്വാസമുണ്ട്, എല്ലാ മനുഷ്യനും അതുണ്ട്. പക്ഷെ മനുഷ്യനെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ഈ രീതിയിലേക്ക് ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ സോഷ്യൽ ലൈഫ് തകർന്നു പോകും. ആ സോഷ്യൽ ലൈഫ് തകർന്നു പോകും എന്നുള്ളതിന്റെ ബോധ്യം കൊണ്ടാണ് ഈ വെറുപ്പ് വിൽക്കപ്പെടുന്നതിനെതിരെ, വെറുപ്പ് പ്രചരിപ്പിക്കുന്നതിനെതിരെ, വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശ യാത്ര എന്ന ആശയം തോന്നിയത്. രാഹുൽ ഗാന്ധി ഇത് തന്നെയാണ് പറഞ്ഞത്. ആ രാഹുൽ ഗാന്ധി ഈ പറഞ്ഞത് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപകടകരമായ രീതിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് തൃശ്ശൂരിലാണ്. ആ പ്രധാനമന്ത്രി 2 തവണ തൃശ്ശൂർ വിസിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ പുത്തമ്പള്ളിക്ക് എതിരായിട്ട് കേസ് കൊടുത്തിരിക്കുന്നു ഹൈക്കോടതി. ഈ ഒരു പിന്നെ 24 എന്ന് പറയുന്ന ഒരു ചാനൽ തന്നെ വന്നിട്ട് ഒരാൾ പറയാണ് ഈ പാലയൂർ സെയിന്റ് തോമസ് ചർച്ച് AD 52 സെയിന്റ് തോമസ് കേരളത്തിൽ കാലുകുത്തിയപ്പോൾ ആദ്യം സ്ഥാപിച്ച 7 ചർച്ചുകളിൽ ഒന്നാണ് പാലയൂർ സെയിന്റ് തോമസ് ചർച്ച്. അത് ഹൈന്ദവ ക്ഷേത്രമായിരുന്നു എന്ന് പറഞ്ഞ് അതുപോലെ അവകാശവാദം. വെറുപ്പിന്റെ രാഷ്ട്രീയം തൃശ്ശൂരിൽ വന്നപ്പോഴാണ് സന്ദേശയാത്ര. ഉറപ്പായിട്ടും ഇത് അരുത്. ഇതിനകത്ത് ഒരു തെരഞ്ഞെടുപ്പ്. വേറെ കൗതുകരമായ കാര്യം കൂടി ഉള്ളത്, വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ദൂക്കാൻ യഥാർത്ഥത്തിൽ ടി എൻ പ്രതാപൻ അങ്ങ് തുറന്നു. നമുക്ക് അതിന്റെ കൗതുകം കൂടി ഒന്ന് കാണാം, പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാ മണ്ഡലങ്ങളിലും പോവോ? എല്ലാ സ്ഥലങ്ങളിലും? ഇത് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും പോകും. എത്ര ദിവസമായി ഈ യാത്ര തുടങ്ങിയിട്ട്? ഇത് 8ാമത്തെ ദിവസമാണ്. എന്താണ് ഈ കടയുടെ ഐഡിയ? ഈ ഐഡിയ കട തന്നെയാണ് വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുക എന്നുള്ള രാഹുൽ ഗാന്ധി പറഞ്ഞതിന്. ഇതൊരു സ്നേഹക്കടയാണ്. ഈ സ്നേഹക്കടയിൽ ഇവിടെ ആളുകൾക്ക് സൗജന്യമായി ചായ കൊടുക്കും, അതേപോലെ അവർക്ക് ആവശ്യമായ ഇതെല്ലാം കൊടുക്കും. ഫ്രീ ആണത്, സൗജന്യമാണ്. ഇതെല്ലാം എന്റെ നല്ല സുഹൃത്തുക്കൾ. പാർട്ടിക്കാർക്ക് മാത്രമേ ഉള്ളൂ? അല്ലല്ല, ആർക്കും, എല്ലാവർക്കും. ആ സ്നേഹത്തിന്റെ കടയിൽ എന്തൊക്കെ ഐറ്റം കിട്ടും? ഇവിടെ ഇപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെ ഉള്ളത്? പിന്നെ ബിസ്ക്കറ്റ് ഉണ്ട്, നമുക്ക് പകുതി. അമ്മ അടിപൊളി കേട്ടോ. ഈ സൗജന്യമായിട്ട് കൊടുക്കുന്ന സാധനങ്ങൾക്ക് ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറയും, പക്ഷെ അങ്ങനല്ല, ക്വാളിറ്റി. അപ്പൊ ഇവിടെ വന്നാൽ നല്ല റൊട്ടി കഴിക്കാം. ആര് വന്നാലും കൊടുക്കും. ഏത് മതം, ജാതി, രാഷ്ട്രീയം, മതമല്ല. ഒറ്റ കണ്ടീഷൻ ഉണ്ട്. സുരേഷ് ഗോപി വന്നാ ഉറപ്പ് 100%. അയ്യോ, അതിനേക്കാൾ കൂടുതൽ ആണ്. എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാ സുനിൽകുമാർ. പറഞ്ഞത് അതിന് ചുക്കാപ്പിയുണ്ട്, ചുക്കാപ്പിയും റൊട്ടിയും കിട്ടും അല്ലേ? ഇത് രണ്ടുമാണ് പ്രധാന ഐറ്റം അല്ലേ? 1 രൂപ പോലും ഇല്ല ഇപ്പൊ. 1 രൂപയിലും സൗജന്യം. അതിങ്ങനെ മണ്ഡലത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് ഈ ജാഥ പോകുമ്പോ ഇതിന് മുന്നോടിയായിട്ട് ഇത് പോകും, അവിടെ ഇത് കൊടുത്തുകൊണ്ടിരിക്കും. ഇതിനകത്ത് ഒരു കണ്ടീഷൻ ഉണ്ട്. ഇവിടെ വരുന്നവരോട് റൊട്ടിയും കഴിച്ചു പോയി. റൊട്ടിയും നിങ്ങൾക്ക് കാപ്പിയും കിട്ടും, പക്ഷേ നിങ്ങൾ സ്നേഹം പ്രചരിപ്പിക്കണം. അത്ര മാത്രമേ ആവശ്യമുള്ളൂ. നിങ്ങൾ പ്രതിഫലമായി സ്നേഹം തരൂ, റൊട്ടി തരാം എന്നതാണ്. റൊട്ടിക്ക് സ്നേഹം പ്രതിഫലം അല്ലേ? ക്രിസ്തുദേവൻ എന്റെ പേര് ഇടണം. സ്നേഹം പ്രതിഫലം അല്ലേ? തൊട്ട് മുമ്പ് സുനിൽകുമാറിനെ കണ്ടു. നിങ്ങളുടെ അടുത്ത സുഹൃത്താണ്. ഒരു ഭാഗ്യമുണ്ട്, 2 യുവ കേസരികളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും വളരെ പടക്കുതിരകളുമാണ്. അപ്പോൾ
പ്രധാനമന്ത്രി നിന്ന് പ്രചരണം നടത്തുന്നു. മത്സരം ആരൊക്കെ തമ്മില? അടിസ്ഥാനപരമായി തൃശ്ശൂരിലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാ കുട്ടികൾക്കും അറിയാം, തൃശ്ശൂരിലെ പൊളിറ്റിക്കൽ ബേസ് എന്ന് പറയുന്നത് UDF-ഉം LDF-ഉമാണ്. അത് ഓട്ടിമേറ്റ് എന്ന് പറയാം. കഴിഞ്ഞ തവണ പിന്നെ ശബരിമലയുടെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഒരു പക്ഷേ BJPക്ക് സുരേഷ് ഗോപിക്ക് അല്പം വോട്ട് കൂടി കിട്ടിക്കാണും. അതല്ല ഇത്തവണത്തെ സ്ഥിതി. ദേശീയ തലത്തിൽ BJPയും UDF-ഉം കോൺഗ്രസും തമ്മിലാണ്. ഒരു സംശയമില്ല, ഞങ്ങളുടെ ദേശീയ തലത്തിൽ മുഖ്യ ശത്രു BJP-യാണ്. അതുകൊണ്ട് ഞങ്ങൾ വർഗീയത പ്രചരിപ്പിക്കുന്ന, വെറുപ്പ് പ്രചരിപ്പിക്കുന്ന, വെറുപ്പിന്റെ കമ്പോളം തീർത്തിട്ടുള്ള BJP-യെ തന്നെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയമായ ഏറ്റവും വലിയ ശത്രു. ഒരു കോംപ്രമൈസും ഇല്ല. തൃശൂർ പാർലമെന്റ് മണ്ഡലം ഉൾപ്പെടെ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും UDF-ഉം LDF-ഉം തന്നെയാണ് മുഖ്യമാണ്. എനിക്ക് ഭയങ്കര ഞാൻ സത്യത്തിൽ ഇതിന് മുമ്പ് നിയമസഭയിൽ എവിടെയെങ്കിലും ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് മത്സരിക്കാൻ അവസരമുണ്ടാകുമോ എന്ന് കരുതിയിരുന്ന ആളാണ്. പക്ഷെ എങ്ങനെയൊക്കെയോ അത് വഴി തെറ്റി പോയി. ഞാൻ 3 തവണ MLA ആയിരുന്നു, അദ്ദേഹം 3 തവണ MLA ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരിക്കലും ഫൈനൽ മത്സരമാണ്. 3+3. എനിക്കൊരു പ്ലസ് കൂടി ഉണ്ട്. ഞാൻ 1+ പാർലമെന്റ് മെമ്പർ. ഒരു പ്ലസ് കൂടി എനിക്കുണ്ട്. ഞാൻ ചെറിയ പ്രായത്തിൽ ഞാൻ പഞ്ചായത്ത് മെമ്പർ കൂടിയായി. ഞാൻ വിദ്യാർത്ഥി പ്രവർത്തകനായിരിക്കുമ്പോൾ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ 6.5 വർഷക്കാലം ഗ്രാമപഞ്ചായത്ത് മെമ്പറും അവിടുത്തെ പ്രതിപക്ഷ നേതാവും ആയിരുന്നു. പിന്നീടാണ് ഞാൻ നിയമസഭയിൽ വന്ന് 3 തവണ നിയമസഭയിൽ വരുന്നത്. സുനിൽകുമാർ 3 തവണ നിയമസഭ വന്നപ്പോൾ 1 തവണ മന്ത്രിയാവാൻ അവസരം കിട്ടി. ഞാൻ മന്ത്രി ആയില്ലെങ്കിലും ഇവിടെ MP ആയി. 3 തവണ മത്സരിച്ചു. അപ്പൊ തൃശ്ശൂരുകാരുടെ ഒരു ഭാഗ്യമാണ് TN പ്രതാപനും സുനിൽകുമാറും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ അരിയാഹാരം കഴിക്കുന്ന ഏത് മലയാളിയും മത്സരം നിങ്ങൾ തമ്മില ഒരു തർക്കം യഥാർത്ഥത്തിൽ സൗഹൃദ മത്സരമാണ്. 100% അല്ലേ? നിങ്ങൾ കേന്ദ്രത്തിലെ ഒറ്റ നിലപാടേ ഉള്ളൂ. അവിടെ ഞങ്ങൾ ഒന്നിച്ച അക്കാര്യത്തിൽ ഉറപ്പിച്ചേ പറയും. ഒരുമിച്ച് ഒരു വിട്ടുവീഴ്ചയിൽ BJP RSS സംഘപരിവാർ ശക്തികളെ നേരിടുന്നതിന് ഇന്ത്യ മുന്നണിയാണ് ദേശീയ തലത്തിൽ വരുന്നത്. അതുകൊണ്ടാണല്ലോ AAP-യുമായി പോലും ഞങ്ങൾ ധാരണയുണ്ടാക്കി. LDF-ഉമായിട്ട് ഞങ്ങൾക്ക് CPM-ഉം CPI-യുമായി പല സ്ഥലത്തും ഞങ്ങൾക്ക് ധാരണയുണ്ട്. സ്വാഭാവികമാണ്. തൃണമൂൽ കോൺഗ്രസുമായിട്ടുള്ള ധാരണയ്ക്ക് അടക്കം ഞങ്ങൾ ഇപ്പോൾ ശ്രമം നടക്കുകയാണ്. ചിത്രം മാറുകയാണ്. ദേശീയ തലത്തിലുള്ള ചിത്രം ഓരോ ദിവസവും കഴിയുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. ഫൈനൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള NDA-യിലുള്ള പല കക്ഷികളും അന്ന് NDA-യിൽ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് കോൺഗ്രസിന് MP-മാരുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ രാഷ്ട്രപതി പ്രധാനമന്ത്രി ആര് ക്ഷണിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ MP ഉള്ള പാർട്ടിയെ ക്ഷണിക്കുള്ളൂ. കോൺഗ്രസിന് കൂടുതൽ MP-നെ ഉണ്ടാക്കി തരേണ്ടത് നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ ഉത്തരവാദിത്തമാണ്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരാൾ അവിടെ ജയിച്ചു പോയി. തിരിച്ച് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, CPM നിലനിൽക്കേണ്ടത് കോൺഗ്രസിന്റെ കൂടെ ഉത്തരവാദിത്തമല്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ല, ഈ പാർലമെന്റ് അകത്ത് അങ്ങനെയല്ല. ഞങ്ങൾ ഒരിക്കലും അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധമുള്ള ആളല്ല. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സമൂഹത്തിൽ നിലനിൽക്കണം, അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും ഉന്മൂലനം ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയക്കാരനുമല്ല. പക്ഷെ MP-യോ ഉണ്ടായതുകൊണ്ട് ദേശീയ തലത്തിൽ കാര്യമില്ല. കോൺഗ്രസിന് കൂടുതൽ MP ഉണ്ടായാലാണ് ആ പാർട്ടിയുടെ നേതാവിനെ പ്രധാനമന്ത്രിയാകാൻ രാഷ്ട്രപതി വിളിക്കുള്ളൂ. അപ്പൊ ആ നേരത്ത് കൗണ്ട് ചെയ്യണ്ടേ? കൗണ്ട് ചെയ്യുമ്പോൾ MP വേണ്ടേ? അതുകൊണ്ട് തൃശ്ശൂരിൽ നല്ല കമ്മ്യൂണിസ്റ്റുകാർ, ഇന്ത്യയിൽ BJP-യും RSS സംഘപരിവാർ വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാർ തൃശ്ശൂരുണ്ട്. അത് AKജിയുടെ സുനിൽകുമാർ ഒരു കുഴപ്പമില്ല. പക്ഷേ AKജിയുടെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാൻ ഒരു MP വേണം. അതാണ് പറയുന്നത്. കാരണം അതിന്റെ ഒരു പ്രത്യേകത, തൃശ്ശൂരിൽ AKജിയുടെ നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. സഖാവ് കൃഷ്ണപിള്ള കമ്മ്യൂണിസത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരുപാട് പഴയകാല കമ്മ്യൂണിസ്റ്റുകാരും അതിന്റെ മിത്തുമുള്ളൊരു സ്ഥലമാണ് തൃശ്ശൂർ. ആ നല്ല കമ്മ്യൂണിസ്റ്റുകാർ BJP ഇന്നിപ്പോ സംസാരിച്ചപ്പോൾ സുനിൽ പറഞ്ഞൊരു കാര്യം, ഈ TN പ്രതാപൻ തുടർച്ചയായി MP ആയതിനു ശേഷം ഈ BJP വോട്ടുകൾ കൂടിയിട്ടുണ്ടെങ്കിൽ അത് TN പ്രതാപൻ ഉത്തരം പറയണ്ടേ? ഞാൻ MP ആയതിനു ശേഷം BJP വോട്ട് കൂടിയിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ സ്ഥാനാർത്ഥിയായപ്പോഴല്ലേ BJP കൂടിയത്. ആ കണക്കിപ്പോ അറിയാം. അതായത് ഞാൻ സ്ഥാനാർത്ഥി ആയപ്പോഴാണ് BJP-യെ മൃഗീയമായി തോൽപ്പിച്ചത്. 1,21,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് BJP-യെ ഞാൻ തൃശ്ശൂരിൽ തോൽപ്പിച്ചത്. കോൺഗ്രസിനും UDF-ന്റെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം തൃശ്ശൂർ പാർലമെന്റിൽ ഉണ്ടായത് ഞാൻ സ്ഥാനാർത്ഥിയായി വന്ന സന്ദർഭത്തിലാണ്. അതിന് മുൻപുണ്ടായിരുന്ന ജയിച്ച UDF സ്ഥാനാർത്ഥികൾക്കോ LDF സ്ഥാനാർത്ഥികൾക്കോ കിട്ടാത്ത ഭൂരിപക്ഷം എനിക്ക് തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ കിട്ടി. അതും രാജാജി മാത്യു തോമസിനെ പോലെയുള്ള വളരെ മിടുക്കനായ പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചിട്ട് പോലും എനിക്ക് 98,000 വോട്ടിന് താഴെ ഭൂരിപക്ഷം തൃശ്ശൂരിൽ LDF-ഉം ഞാനും തമ്മിലുള്ള വ്യത്യാസം വളരെ ക്ലിയർ ആണ്. പൊളിറ്റിക്കൽ മെസ്സേജ് ഈസ് വെരി ക്ലിയർ. TN പ്രതാപനെ എന്തുകൊണ്ട് തൃശ്ശൂർ വിജയിപ്പിക്കണം എന്നുള്ളതിന് TN പ്രതാപൻ അതിന്റെ കൃത്യമായ ഉത്തരം പറഞ്ഞു.